ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. വിജയ പ്രതീക്ഷ ഉണ്ടോ? അത് ഉത്തരം പറ. അത് പറങ്ങട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പം അവർ തന്നെ പറയും ഇത്തവണ സാറ് ജയിച്ചിരിക്കും. ഇതിവിടെ കോമണാടോ. പക്ഷേ എനിക്കിപ്പോൾ ഈ സമയത്ത് നിന്നിട്ട് ഞാനങ്ങ് ചാടി മറിയുമെന്ന് പറയുന്നില്ലേ, പറയാനുള്ള അവസ്ഥയായില്ല. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, എന്റെ ഉള്ളിലുണ്ട് ചെറിയ ചെറിയ ജയങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ്. അനുഭവങ്ങൾ ഉണ്ടായിരുന്നുള്ള ഒരു തിക്താനുഭവം ഒരുപാടുണ്ടായിരുന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഷേക്ക് ഹാൻഡ് എടുക്കത്തില്ല, തുറിച്ചു നോക്കും, മാറിപ്പോവും. എന്തോ ഒരു വലിയ കൊലപാതകം ചെയ്ത ഒരു ഫീലിങ്ങോട് പ്രവർത്തിക്കും. കേൾക്കുന്നവർ അവരോട് ചോദിക്കും, എന്തിനാടാ ഗോപാലകൃഷ്ണൻ നീ ഒരു പാചകക്കാരനായി ഇങ്ങനെ തെണ്ടി നടക്കണേന്ന്. അതൊന്ന്. രണ്ടാമത് ഏറ്റവും അവസാനത്തെ തിക്താനുഭവം എനിക്ക് മാദിൻ പള്ളിയിൽ വെച്ചാണ്, പെരുന്നാളിൻ്റെ അന്നാണ്. ഈശ്വരനെ പാര വെച്ചാലുണ്ടല്ലോടാ നിന്നെ ഞാൻ വെടിവെച്ചോടാ. ഈദ് മുബാറക്ക് പറഞ്ഞ് വന്നപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ചാടി വന്ന് 60 വയസ്സ് വരും, ചാടി മുന്നിൽ വന്ന് ഹിന്ദുക്കളോട് ചേർന്ന് നിന്ന് മുസ്ലിങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്ന താങ്കൾ കടന്നു പൊക്കോളൂ എന്ന് പറഞ്ഞ്. ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല, പകരം നിന്നെയൊക്കെ ചവിട്ടി അരയ്ക്കാൻ കേൾപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. പിന്നെ നമുക്ക് എടുക്കാവുന്ന എന്നാന്നറിയാം, ഒറ്റപ്പെട്ട സംഭവം അവിടെ എവിടെയൊക്കെ ചിലർ കാണും. പൊളിറ്റിക്കൽ സ്ട്രെങ്ത് നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല, ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. സമാനമായ അനുഭവങ്ങളുണ്ടാകും. വേറെ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് കൈ കൊടുക്കത്തില്ലേ, തിരിച്ചിങ്ങനെ പോകും, നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്യില്ല എന്ന് പറയും. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എൻ്റെ കർത്താവേ? നമ്മൾ വോട്ട് ചെയ്യില്ലെങ്കിൽ നമ്മൾ സാധാരണ എന്ത് ചെയ്യും, തിരിഞ്ഞങ്ങ് പോകും, മുഖത്ത് നോക്കി വോട്ട് ചെയ്യില്ല എന്ന് പറയും. ചിലർ ഷേക്ക് ഹാൻഡ് തരത്തില്ല, ഇഷ്ടം പോലെ ചിലർ നമ്മളെന്തോ ഒരു വിചിത്ര ജീവിയെ പോലെ നോക്കും. അതൊക്കെ നമുക്ക് തിക്താനുഭവം തന്നെയാണ്, എനിക്ക് തിക്താനുഭവം തന്നെ. ഞാനാര് ഡെവിൾ, വെറും ഡെവിൾ. ഞാനത് ചോദിക്കരുതായിരുന്നു. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.